ഹായ് ഗൈസ്, എന്നാ ഉണ്ട്? അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കോളേജിൽ പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലോട്ട് ഒരു 450 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ രാവിലെ ഒരു 7-7:05 ആകുമ്പോഴത്തേനും ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ബസ് കയറി കോളേജിലോട്ട്. അപ്പോൾ ഇത് എനിക്ക് 2 ബസ്സാണ് കോളേജിൽ പോകണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കയറുന്ന ബസ്. ഇത് മിസിസാഗ ട്രാൻസിറ്റിൻ്റെ ഒരു ബസ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി പിന്നെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു ബട്ടൺ, ആ ബട്ടൻ്റെ അവിടെ പ്രസ് ചെയ്യണം. എന്നാലേ മറ്റേ വോക്കിൻ്റെ സിമ്പിൾ വരത്തുള്ളൂ. അപ്പോൾ മേളിൽ വെളുത്ത് കാണുന്നുണ്ടല്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്ന പോലത്തെ ഒരു പടമുണ്ട്. അതാണ് വോക്ക് ചെയ്യുന്ന സിമ്പിൾ. അത് തെളിഞ്ഞാൽ ഫുട്പാത്ത് സീബ്ര ക്രോസിങ്ങിലൂടെ നമുക്ക് ഈ ക്രോസിങ്ങിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. സീബ്ര ക്രോസാണോ അത് ആൾക്കാർ നടക്കുന്ന ക്രോസ് നമുക്ക് ക്രോസ് പറ്റുള്ളൂ. അത് ഇനി അടുത്ത ബസ് നോക്കിയുള്ള നിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്ത ബസ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാ ബസ്സിനെക്കാട്ടിലും വലുതാണ്. ഇപ്പോൾ മുന്നിൽ കൂടെ ഒരു സാധാ ബസ് പോകും, അതിനെക്കാട്ടിലും 2 ഇരട്ടി വലുതാണിത്. അങ്ങനെ ആ ബസ് കയറാൻ വേണ്ടി പോവാണ്. ആ ബസ് കയറി. ഇപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ്. ഒരു ദിവസം ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഒരു തവണ 2 തവണ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്നോ ഫ്ലേക്സോ സ്നോ പെയ്യും, അതുപോലെ പെയ്യും. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ ഇവിടുത്തെ റോഡിലൊന്നും മഞ്ഞ് വീഴാത്ത കാര്യം, ഇപ്പോൾ റോഡിൽ ഇങ്ങനെ ഉപ്പിട്ടുകൊണ്ട് ഇങ്ങനെ വണ്ടി പോകും. അതായത് ഒരു ഇവരുടെ എന്തോ റോഡിൻ്റെ എന്തോ സിസ്റ്റമാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് വണ്ടി ഇങ്ങനെ പോകും. അതാണ് റോഡിൽ മഞ്ഞ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ കോളേജിലോട്ട് പോകേണ്ടിരിക്കണം. അപ്പോൾ രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഒട്ടുമിക്ക ദിവസങ്ങളിലും സൂര്യൻ ഇല്ല, കാരണം മഞ്ഞായതുകൊണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് സൂര്യൻ രാവിലെ വരാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയ പൈലാണ് ഐസിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ വിചാരിക്കുന്നത് സോഫ്റ്റാണ്, പക്ഷേ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റാന്ന് വിചാരിച്ച് അതെടുത്ത് വലിയ മേത്തൊക്കെ എറിയാൻ പോയാൽ നല്ല കട്ടിക്കിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ കോളേജിലോട്ട് ഇച്ചിരി നടക്കാറുണ്ട്. ഒരു 700-750 മീറ്റർ നടക്കാണ്ട് കോളേജിലോട്ട്. അപ്പോൾ അങ്ങനെ കോളേജിലോട്ട് പോകണം. അപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞു ഇനിയും ഇപ്പോൾ ഇങ്ങനെയുള്ള തണുപ്പിൽ മീൻസ് ഇങ്ങനെയുള്ള മഞ്ഞിൽ നമ്മളിങ്ങനെ പയ്യെ പിടിച്ചു വേണം നടക്കാൻ. അല്ല തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂക്ഷിച്ച് പിടിച്ചു വേണം നടക്കാൻ. അപ്പോൾ ഫൈനലി ഐ റീച്ച് ദ കോളേജ്. ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ്. കോളേജിന് 2 ബിൽഡിംഗ് ഉണ്ട്. ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്നതും ഒന്ന് അതിൻ്റെ പുറകിലുള്ളതും, മീൻസ് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നതും. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇവിടെയുള്ള മെയിൻ സിസ്റ്റമാണ് ഇത്. ഡോർ തുറന്ന് പുറകെ ഒരു നാൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. നമ്മൾ താങ്ക് യു ഒക്കെ പറയും. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ അകം. ഇത് 2nd ഫ്ലോറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ബസ്സിൽ നമ്മൾ കയറിയാൽ ബസ് സ്റ്റോപ്പ് നമ്മൾ ഈ സ്ട്രിങ് വലിക്കണം. ഇത് വലിച്ചാലേ ഡ്രൈവറിന് നമ്മുടെ സ്റ്റോപ്പാണ് അടുത്തത്. അപ്പോൾ അവിടെ വണ്ടി നിർത്തണം എന്ന് ഡ്രൈവറിന് മനസ്സിലാവത്തുള്ളൂ. വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ. സ്പ്രിങ്ങിലൊക്കെ ഈ മരങ്ങളൊക്കെ നിറച്ച ഇലയും ഈ കായ്ക്കനികളും ഒക്കെ ഉണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇച്ചിരി ബ്ലൂമി ആയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ക്ലിപ്പ് എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാലും കിടക്കട്ടെ വെറുതെ. അപ്പോൾ വീട് അടുക്കാറായി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഫുട്പാത്ത് ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ മണിക്കൂറാണ് വീഴും. അതാണ് റോഡിൽ കൂടെ നടക്കുന്നത്. പിന്നെ ഈ വെള്ളം കെട്ടി ഇതുപോലെ നിൽക്കുന്ന ഗ്ലാസ് പോലെ നിൽക്കുന്ന ഇതുണ്ട് ആ ഫുട്പാത്തിലൊക്കെ. അപ്പോൾ അതിൻ്റെ മണിക്കൂർ നടന്നാൽ നമ്മൾ പെട്ടെന്ന് തെന്നി അടിച്ച് വീഴും. നമ്മൾ റീൽസിലും യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടില്ലേ. ഈ സാധാ മഞ്ഞ് കുഴപ്പമില്ല, അതിൻ്റെ മേൽ കൂടെ നമുക്ക് നടക്കാം, വീഴത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുത്തെ സീ ഫുഡ് ഏരിയയാണ് നിങ്ങൾ കാണുന്നത്. കുറേ മീനുണ്ട്. ഇത് നേരത്തെ കണ്ടത് വച്ചാണെന്ന് തോന്നുന്നത്, ആർക്കറിയാം. ഇത് സാൽമൺ അറിയാലോ. പിന്നെ ഇത് പല ടൈപ്പിലുള്ള പല മീൻ. പിന്നെ ഇത് നമ്മുടെ എന്തിനാണ് അതിൻ്റെ പേര്, നമ്മുടെ മുളപ്പിച്ച പയർ ആ വക ഐറ്റംസ്. പിന്നെ ഇതറിയാമോ, ഇത് ശങ്കല്ലേ ഇത്. ശങ്ക് അതിനകത്ത് എന്തൊക്കെയോ. പിന്നെ എനിക്ക് മെയിൻ ഉണ്ടായ സംശയം, ഇതിനെ അവർ കൊഞ്ച് എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഇതല്ലേ കൊഞ്ച്? അതെനിക്ക് സംശയം പോയി. പിന്നെ ഇതെന്തോ ജെല്ലി ഫിഷിൻ്റെ തല ഉണക്കി മുറിച്ചെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കോളിഫ്ലവർ, പിന്നെ കോണ്, പിന്നെ ക്യാബേജ് എല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് ഒരു മീറ്റിൻ്റെ സെക്ഷൻ. അതായത് എല്ലാം കിട്ടും മീറ്റിൻ്റെ സെക്ഷനിൽ. ഇന്നിൻ്റെ ഭാഗങ്ങൾ, പന്നിയുടെ, ആടിൻ്റെ ഒക്കെ ഇന്നിൻ്റെ ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലത് കിട്ടും. ഇതായിട്ട് നമ്മൾ ബൂമാങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, മറ്റേ ഡ്രൈഡ് പുള്ളി മറ്റേ ഗോവയിലൊക്കെ പോയി കഴിച്ചതാണ് ഇത്. പിന്നെ ഇത് നോക്കിക്കോണം, ഇതിന് $1.60 ഈ ടൊമാറ്റോയുടെ കെച്ചപ്പിന്. ഇത് വേറൊരു കടയിൽ ഞാൻ പോയി മേടിച്ചു. അവിടെ അതിന് $1 ഉള്ളൂ. ഇവിടെ അതിന് $1.60 ഉണ്ട്. പിന്നെ ഇതാണ് ഈ ചൈനീസ് സൂപ്പർ മാർക്കറ്റിലെ ഡേറ്റ്സ് ഒക്കെ. പലരും പല വിലയാണ്. പിന്നെ ഇത് ന്യൂട്ടലയുടെ സാധനം, കമ്പ് ന്യൂട്ടലയുടെ ഇതിൻ്റെ തുമ്പി തിന്നുന്നത്. പിന്നെ ഇത് നമ്മുടെ എള്ളുണ്ട പോലത്തെ എള്ള് മുട്ടായി, 2 എണ്ണത്തിന് $1. പിന്നെ ഇത് കപ്പലണ്ടി മുട്ടായി, അത് $2. ചൈനക്കാരായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഇത് അവരുടെ സ്നാക്സ് സെക്ഷൻ ആയിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു. അവിടെ പീനട്ട്സും ഉണ്ട്, പിന്നെ കുറേ കോപ്പിക്കട മുട്ടായി അങ്ങനെ. ഇത് നമ്മൾ കല്യാണ വീട്ടിലും കേരളാസിനൊക്കെ പോകുമ്പോൾ മറ്റേ കളർ വെള്ളം കിട്ടില്ലേ, കളർ വെള്ളം അല്ല, മറ്റേ ചായ, പല കളറുള്ള ചായ, അത് ഇതിൻ്റെ അകത്ത് നോക്കി ഉണ്ടാക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ഫ്ലേവേർഡ് നൂഡിൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണക്കമീനില്ലേ, ഇത് ചൂടമീൻ്റെ ഉണക്കമീനുണ്ട്. പിന്നെ കവേർഡായിട്ട്, അതായത് കവറിലിട്ട് കിട്ടുന്ന അയലയുണ്ട്. പിന്നെ ഫ്രൈഡ് പ്രോൺസ് ഉണ്ട്, അതായത് ഫ്രോസൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് പ്രോൺസ്. നമ്മുടെ ഈ ബ്രെഡിൻ്റെ ക്രംസിലൊക്കെ ഇട്ട് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ തോന്നി പോയി ചൂടാക്കി തിന്നാൽ. പിന്നെ പ്രോൺസ് പല ടൈപ്പുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ നിഞ്ച ഹട്ടോരി കാർട്ടൂൻ്റെ അകത്ത് ഈ സാധനം കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് അറിയത്തില്ല. $4 4 ഫ്രൈഡ് ചിക്കൻ. അത് ആ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൻ്റെ അതിൻ്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ട്. അവിടെ നോക്കി കണ്ടത് ലാബാണ്. പിന്നെ അവരുടെ പല ഡിഷസാണ്, അതായത് മീൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഡിഷ്. പിന്നെ പല കറികൾ, അവർ മീൻസ് ആ ചൈനീസ് പീപ്പിളിൻ്റെ പല കറികൾ, അങ്ങനെ കുറേ സാധനമുണ്ട്. പിന്നെ ഇത് മറ്റേ കണ്ടിട്ടില്ല, നമ്മുടെ എന്തോ പേര് ഫോർച്യൂൺ കുക്കി, അതായിരുന്നത്. പിന്നെ ഇതാണ് ഇവരുടെ ചിക്കൻ്റെ സെക്ഷൻ. ചിക്കൻ്റെ പലതുണ്ട്, കറുത്ത ചിക്കൻ, തൊലിയുള്ള ചിക്കൻ, തൊലിയില്ലാത്ത ചിക്കൻ. ഇത് സിൽക്കി ചിക്കൻ. പിന്നെ അങ്ങനെ പല ചിക്കൻ്റെ ഐറ്റം ഉണ്ട്. പിന്നെ ഇതെന്തിൻ്റെയോ ബ്ലഡാണ്, ചിക്കനാണോ എനിക്കറിയത്തില്ല, എന്തിൻ്റെയോ ബ്ലഡാണ് ഇത് അൺകുക്ക്ഡ് ബ്ലഡാണ്. ഈ ചൈനക്കാരൊക്കെ കുക്ക് ചെയ്ത് കഴിക്കായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ ചക്കയുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ മറ്റേ ലിക്വിഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫ്രീസ് വെച്ചിട്ടുണ്ട്. പിന്നെ പാലിന് പല റേറ്റാണ്, അതായത് ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്, മിൽക്കിൻ്റെ പെർസെൻറ്റേജ് വെച്ചാണ് പാൽ കൊടുക്കുന്നത്. ഇത് മുട്ട അറിയാം, ഇത് പിള്ളേർ കളിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് മാഷ്മല്ലോ. പിന്നെ ഇനിയാണ് ഞാൻ ഏറ്റവും വലിയ അത് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പുറത്തെ കടയിൽ $1.60 സാധനം ഇവിടെ $1 ഉള്ളൂ. സെയിം ml 150 ml ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഓക്കെ, ബൈ.